ഹലോ, അപ്പം നമ്മൾ ഇന്ന് കൊല്ലൂർ പോകാൻ പോവുകയാണ്. രാവിലെ ഒരു 3:15 3:25 ട്രെയിനിന് പോകാൻ വേണ്ടി ഞങ്ങൾ രാവിലെ പോയി. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ വരെ പൂട്ടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മടുത്തു. രാവിലെ 2:30 എണീച്ചിട്ടാണ് ഞങ്ങൾ റെഡി ആയത്. ഉറങ്ങാൻ പോലും നേരെ പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ സമയം കളഞ്ഞു. ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ്. 5 മണി ആവാറായി, എന്നിട്ട് ട്രെയിൻ വന്നിട്ടില്ല. അവസാനം ട്രെയിൻ വരും എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി ട്രെയിനിൽ കയറി. എന്തായാലും ഞങ്ങൾ 5:30 കൊല്ലൂരേക്ക് പോകുന്ന ട്രെയിനിലാണ് കയറാൻ വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ മിസ്സായിപ്പോയി. ഞങ്ങൾ മംഗലാപുരം എത്തിയത് തന്നെ 6 സംതിങ് ആയിപ്പോയി. അങ്ങനെ ഇവിടെ പ്രീതികനെ കണ്ടു ഞങ്ങൾ വരുന്ന വഴിക്ക്. പിന്നെ ചായയൊക്കെ കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്തു. അടുത്ത ട്രെയിൻ 8:40 അതിനു വേണ്ടി. അപ്പോൾ നല്ല മഴയായിരുന്നു ബാംഗ്ലൂർ മൊത്തം. പിന്നെ ട്രെയിൻ വരാറായപ്പോൾ ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ ഈ ഗെയിം കളിച്ചു. ഇത് നമുക്ക് പണ്ടത്തെ എല്ലാവർക്കും ഈ ഗെയിം കളിക്കുന്നത് അറിയുന്നുണ്ടാവും. ഭയങ്കര നൊസ്റ്റാൾജിയായി ഗെയിം കളിച്ചു. കാരണം എന്താ, ഈ ബിൽഡിങ് കാണുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലേ. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിൻ വന്നു, ട്രെയിൻ കയറിയിരുന്നു. അവിടെ അനിയത്തി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കഴിച്ച് വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 2.5 hours 3 hours ശേഷം ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 1 way ആണ്, കൊങ്കൺ റെയിൽവേ അല്ലേ, നല്ല വീതി കൂടിയ പ്ലാറ്റ്ഫോം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കൊല്ലൂരിലേക്ക് പോയി. അവിടെ ഞങ്ങളെത്തി. ഓക്കെ, കൊല്ലൂരിലേക്ക് ഞങ്ങളെത്തി. ശരിക്കും ഞാൻ ഉറങ്ങുന്നത് ഈ ഓട്ടോ നിന്നാണ്. ഒരു കുറച്ച് മിനിറ്റ് 40 മിനിറ്റ് പോകണം. അവിടെ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ഞങ്ങൾ പോയി റൂം എടുത്തു. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 പേര് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് വലിയ റൂം തന്നെ എടുത്തത്. ശരിക്കും എല്ലാ റൂമും ഫുള്ളായിരുന്നു. എന്തേന്നറിയില്ല, ഞാൻ പൊതുവേ കൊല്ലൂർ പോകുമ്പോൾ അത്രയും കുറേ ആളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം എല്ലാ റൂമും ഫുള്ളായിന്ന് കേട്ടപ്പോൾ ശരിക്കും അതിശയമായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ 4 പേർക്കും ഒരുമിച്ചുള്ള റൂം എടുത്തു. റൂമെല്ലാം ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ വിശന്നിട്ട് പോയി. രാവിലെ 6:15 മംഗലാപുരത്ത് നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നു. ഇത്ര തിരക്ക് പൊതുവേ ഉണ്ടാവലില്ല, പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ട്. എന്താ വിശേഷം എന്ന് പോലും അറിയില്ല. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ സമാധാനമായി. ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവാം. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മാത്രമേ പോകും. റൂമിൽ പോയി കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ റെഡിയായി. സൗപർണികയിൽ ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വെച്ച് റെഡിയായി വന്നേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോട്ടോ ഒന്നും നല്ല രസം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു തൃപ്തി കിട്ടിയില്ല. അങ്ങനെ ലൈറ്റ് ഭയങ്കര ഓവറായി അടിച്ചു. അങ്ങനെ സൗപർണികയിൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് അവിടെ ഓട്ടോ കയറിപ്പോയി. ഫുള്ള് വെള്ളമൊന്നുമില്ല, അങ്ങനെ ഡ്രൈ ആയി. അതൊക്കെ കഴിഞ്ഞ് ടെമ്പിളിലെത്തി. ഞങ്ങളകത്ത് കയറി. ദർശനത്തിന് ഇത്രയും വലിയ ക്യൂ, ഭയങ്കര. ഞങ്ങൾ പൊതുവെ ഡയറക്റ്റ് ഈ ചെറുതായിട്ട് കയറുക ചെയ്യുക. ഇപ്രാവശ്യം വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ ക്യൂവിൽ പോയി വെയിറ്റ് ചെയ്തു. കുറേ ടൈം നിന്നു. ഏകദേശം വൈകുന്നേരം 6:30 നിന്നത് 8 മണിയാകുമ്പോഴാണ് തിരിച്ച് ക്യൂ ഒക്കെ കഴിഞ്ഞിട്ടെത്തി. പുറത്ത് ക്യൂ ദർശനം കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രതിഷ്ഠ വെച്ച് വലം വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആൾ ജോയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ കൗണ്ടറിൽ പോയി ഇവിടെ സേവയും നെയ്വിളക്കൊക്കെ കഴിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ സ്വർണ്ണരഥത്തിൻ്റെ അടുക്ക പോയി നിൽക്കുമ്പോൾ അവിടെ സ്വർണ്ണരഥം ഇല്ല. പിന്നെ ഒരു ഇത് കണ്ടോ, ഇത് വെള്ളി രഥമാണ്. ഇതിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠ വെച്ച് ഇവർ വലം വെക്കുന്നുണ്ട്. ഈ സ്വർണ്ണരഥം തപ്പി നടക്കുമ്പോൾ ഇത് പുറത്ത് വെക്കുന്നത് ഇത്രയും പ്രാവശ്യം ഞാൻ കുറേ പ്രാവശ്യം കൊല്ലിരിപ്പുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ സ്വർണ്ണരഥം പുറത്ത് കാണുന്നത്. അതിൻ്റെ മുന്നിൽ തേങ്ങയൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് കൺഫേം ചെയ്യാം അവിടെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നവരാത്രിക്ക് വരെ ഇല്ലാത്ത അത്ര ആൾക്കാർ ഏകദേശം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്വർണ്ണരഥം ഇന്ന് വിളിച്ചുകൊണ്ട് പോകും. ഇനി ഇവിടെ മൊത്തം പ്രതിഷ്ഠ ഇരുത്തിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചില്ലുകൂട്ടിൽ വെച്ചിട്ടുണ്ടായി സ്വർണ്ണരഥത്തിൻ്റെ മുമ്പിൽ പോയാൽ പൊതുവെ ഫോട്ടോ എടുക്കുക. ഇത് ഇപ്പോൾ അത് തന്നെയാണ്. പുറത്തേക്ക് തന്നെ നേരിട്ട് കണ്ടു. ശിവേലി പൂജ കഴിഞ്ഞ ശേഷമാണ് ഇതൊക്കെ ഉള്ളത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും രാത്രി ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാന്ന്. ഇനിയിപ്പോൾ എല്ലാവരും കിടന്നു. ഞാൻ ഇപ്പോൾ കുളിച്ചു.
ഇനി പോയിട്ട് കിടക്കള. രാവിലെ അമ്പലത്തിൽ പോകണം, പക്ഷെ അത് അച്ഛൻ ഒറ്റക്കാണ് പോവുക. രാവിലെ എനിക്ക് എണീക്കാൻ മടിയാണ്. ഓക്കെ, ഞാൻ ഇപ്പം ചായ കുടിക്കാൻ പോവാണ്. രാവിലെ ഇപ്പം ചായ കുടിക്കാൻ പോകുന്നു. ചായക്ക് ഞാൻ മസാല ദോശയാണ് കഴിച്ച്. അവിടെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോവാണ്. പത്തരയുടെ ട്രെയിനിൽ പോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവസാനം ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറിയിരുന്നു. കുറച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ അമ്മ കുറച്ച് കഴിയുമ്പോൾ തന്നെ മേലെ കയറി കിടന്നു. താഴെ ഇരുന്ന് പുറകിക്കുമ്പോൾ കുറച്ച് ഉറങ്ങാൻ വേണ്ടി കയറിയിരുന്നു. അവസാനം മംഗലാപുരം എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ ലീവിന് എല്ലാവരും കുട്ടികളൊക്കെ വീട്ടിൽ പോകുന്നതെന്ന് തോന്നുന്നു. കോളേജ് വിട്ടിട്ട് ഭയങ്കര തിരക്ക്. 1:55 ട്രെയിന് നോക്കി അവിടെ കയറാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ 2:25 ട്രെയിനിൽ കയറി. കണ്ടോ, ഒരു ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ല. പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റില്ല, കാരണം മംഗലാപുരത്ത് കാഞ്ഞങ്ങാട് അടുത്തുമാണ്. ഒരു ചെറിയ കുഞ്ഞ് കണ്ട അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ സഹിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഇറങ്ങി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ പോയിട്ടൊരു ജ്യൂസ് മാത്രം കുടിച്ചു. കാരണം സമയം കഴിഞ്ഞുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പറ്റൂല. ഇനി ഞാൻ പോയി കുളിച്ച് സെറ്റായി പോട്ടെ. ബൈ ഗായ്സ്.